പടത്തിന് എനിക്ക് ഈ പടം ഞങ്ങൾ കമ്പോസിംഗ് ഒക്കെ ചെയ്യുന്നതിന് വളരെ മുമ്പ് തന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തന്നു, നെറ്റിൽ അയച്ചു തന്നു. സോറി, നെറ്റിലല്ല, അതിൻ്റെ ഹാർഡ് കോപ്പി തന്നെ എനിക്ക് തന്നു ഒരിക്കൽ ഇവിടെ വെച്ചിട്ട്. അത് ഞാൻ വായിച്ചപ്പോഴേ എനിക്ക് ഈ മൊത്തം പടം കണ്ട ഒരു ഇതുണ്ട്. ഞാൻ ഉടനെ ഡയറക്ടറെ വിളിച്ചിട്ട് ഒരു കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞു. വളരെ, കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് സബ്ജക്റ്റ്, നല്ലൊരു സബ്ജക്റ്റ്, പുതിയ പ്രമേയം ഉണ്ടാവുക എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഒരുപാട് ജനറലായിട്ടുള്ള പ്രമേയങ്ങളുണ്ട്. പ്രണയം, അല്ലെങ്കിൽ റൈവൽറി, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ടെററിസം, ഒരുപാട് കിടക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പടങ്ങളുണ്ട്. പക്ഷേ ഈ ജോണറിലൊരു പടം, ഇത് എനിക്ക് തോന്നുന്നത് ഇത് തന്നെയായിരിക്കും ആദ്യത്തെ പടം. വളരെ വ്യത്യസ്തമായ സബ്ജക്റ്റ്, നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ എനിക്ക് തോന്നുന്ന ഇപ്പോൾ ഒരു സംവിധായകൻ, എനിക്കറിഞ്ഞൂടാ, അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ ജീവിതാനുഭവമായിരിക്കാം, അത്രയ്ക്കും നാച്ചുറലായിട്ടാണ് ഇതിൻ്റെ സബ്ജക്റ്റ് പോയിരിക്കുന്നത്. അത് നമ്മൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. പിന്നെ അതിനുശേഷം കമ്പോസിങ് പരിപാടികളിലേക്ക് ഞങ്ങൾ ചെല്ലുന്നു. ഇനി എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഞാനിപ്പോൾ ഇത്ര വർഷമായിട്ട് 32 വർഷമായിട്ട് ഞാനിതിലുണ്ട്. പല സംവിധായകരും ചെയ്യാറുള്ള കാര്യം തന്നെ. പക്ഷേ തൻ്റെ ആദ്യ സംരംഭത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ 32 കൊല്ലവും സംവിധാനം ചെയ്ത ഒരു പാഠമുള്ള പോലെയാണ് എനിക്ക് ഈ സംവിധായകൻ ഞാൻ ആദ്യം കുറച്ച് നമ്മളൊന്നൊരു അണ്ടർ എസ്റ്റിമേഷൻ ചെയ്തു. അണ്ടർ എസ്റ്റിമേഷൻ അല്ല, തെറ്റായ രീതിയിലല്ല, നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കണം. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാലും നമ്മളത് കാര്യമായിട്ട് എടുക്കേണ്ട, നമ്മൾ അദ്ദേഹത്തിന് അതിനേക്കാൾ നല്ലത് കൊടുക്കാം എന്നൊക്കെ ഒരു ധാരണയിലാണ് നമ്മളിരിക്കുന്നത്, അവരെ ഗൈഡ് ചെയ്യാം നല്ല രീതിയിൽ. പക്ഷേ ഫൈനലി അദ്ദേഹമാണ് എന്നെ ഗൈഡ് ചെയ്തത്. കാരണം അദ്ദേഹത്തിന് എന്താണ് ആ പടത്തിൽ വേണ്ടത്, അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റാണ്. അദ്ദേഹം ആ സ്ക്രിപ്റ്റിൽ നന്നായിട്ട് ഇഴുകിച്ചേർന്ന് അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഫുൾ ടൈം അദ്ദേഹം നടക്കുമ്പോൾ തന്നെ ആ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേറൊരു ചിന്തയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്ക് എന്ത് സംഭവിക്കണം, പാട്ടായാലും വേറെ ഡയലോഗായാലും അതെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതൊരിക്കലും നമുക്ക് കിട്ടത്തില്ല. നമുക്ക് സംഗീതപരമായിട്ടുള്ള ഉപദേശങ്ങളെ പറ്റുള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിരുന്നു. അദ്ദേഹത്തിന് എന്താ വേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മളുടെ അടുത്ത് മുമ്പ് നമുക്ക് കാണിച്ചു തരുമ്പോൾ പിന്നെ നമുക്ക് സെലക്ഷൻ വേണ്ട. ഇപ്പോൾ ഇതിൽ 2 പാട്ടുകളാണ് ഉള്ളത്. ഒരു പാട്ട് എന്ന് പറയുന്നത് വളരെ അടിപൊളിയായിട്ട് ഫ്രാങ്കോവും അമൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പാടിയ ഒരു പാട്ട്. അത് പടത്തിന് വളരെ ആവശ്യമുള്ളതാണ്. ഗോവയുടെ പശ്ചാത്തലം ഏറ്റവും ഭംഗിയായിട്ട് ആ പാട്ടിലൂടെ അവതരിപ്പിക്കാൻ പറയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സന്തോഷ് വർമ്മ എഴുതിയ വരികളാണ്, ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് അവതരിപ്പിച്ച് അത് ആ പടത്തിൻ്റെ സ്ക്രീൻ പ്ലേയിലൂടെ കാണുമ്പോൾ വളരെ ഭംഗിയായിട്ട് അതിൽ പടത്തിൻ്റെ സിറ്റുവേഷനിൽ അത് ചേർക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഒരു പടത്തിലെ പാട്ട് അത് പടത്തിൽ നിന്ന് വേർതിരിച്ചാൽ അവിടെ വലിയൊരു കുറവുണ്ടാകുന്ന പോലെ ആയിരിക്കണം. അതായത് അതിൻ്റെ സ്ക്രീൻ പ്ലേയിലൂടെ. അപ്പോൾ ഇപ്പോൾ അത് പറയുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം പറയാം. ഇതുവരെ സിനിമയിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. 2 പാട്ട് ഒരുമിച്ച് ഏതെങ്കിലും സിനിമയിൽ കണ്ടിട്ടുണ്ടോ? ഒരു പാട്ടിൻ്റെ കണ്ടിന്യൂവേഷൻ മറ്റൊരു പാട്ട്, അത് പുലബന്ധമില്ല. അതായത് 2 എക്സ്ട്രീം സ്വഭാവമുള്ള 2 പാട്ട്. ഒരു പാട്ട് ഭയങ്കര ഫീലും ഭയങ്കര ഹൈ പിച്ചൊക്കെ ആയിട്ട് തനി റസ്റ്റിക് നാടൻ പാട്ട് പോലെ ഉള്ള ഒരു കടലിനെ കുറിച്ചിട്ടുള്ള ഒരു പാട്ട്. മറ്റിടത്ത് വളരെ മോഡേൺ ആയിട്ടുള്ള ഗോവയുടെ അതിൻ്റെ വേറൊരു വെറൈറ്റി സോങ്. പക്ഷേ ഇത് രണ്ടും വരുന്നത് ഒരൊറ്റ സ്ട്രെച്ചിലാണ്. അപ്പോൾ അങ്ങനെ ഒരു പാട്ടൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, അത് വീണ് കിട്ടുന്ന അവസരമാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അതിൽ നിൽക്കുന്നത്? അപ്പം ഞാൻ ആദ്യം ഇതെൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു സംവിധായകൻ. അപ്പോൾ വ്യാസനത് പറയുമ്പോൾ ഞാൻ വ്യാസനോട്, വ്യാസ ഒരു പാട്ട് തന്നെ ആൾക്കാർ ചിലപ്പോൾ മൂത്രമൊഴിക്കാണിട്ട് പോകും, നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. അപ്പോൾ വ്യാസം പറഞ്ഞു, ചേട്ടാ അതൊന്നും പേടിക്കേണ്ട, നമ്മുടെ പടത്തിലെ പാട്ടുകൾ അതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. ആ പാട്ടുകൾ അവിടെ ഇല്ലാതെ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല സ്ക്രീൻ പ്ലേ അനുസരിച്ചിട്ട്. അതുകൊണ്ട് ഇത് വളരെ അത്യാവശ്യമാണ് പടത്തിന്. അപ്പോൾ അങ്ങനെ പാട്ടുകൾ വരണമെന്ന് പറയാം. അല്ലാണ്ട് നമ്മൾ ഈ തുന്നിച്ചേർത്ത് പാട്ടുണ്ടാക്കി കഴിഞ്ഞാൽ പാട്ട് നന്നായിരിക്കും കേൾക്കാൻ, പക്ഷെ പടം കാണുമ്പോൾ നമ്മൾ പാട്ട് നല്ലതല്ല എന്ന് പറയേണ്ടി വരുമ്പോൾ അതുണ്ടാക്കിയ സംഗീത സംവിധായകന് വളരെ വിഷമമുണ്ടാവും, എഴുതിയവർക്കും വിഷമമുണ്ടാവും. പാട്ട് മോശമായിട്ടല്ല. അപ്പോൾ അങ്ങനെ ഒരു മെച്ചം ഈ പടത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഭാഗ്യം ഞാൻ പറഞ്ഞില്ലേ, ആദ്യം എനിക്ക് വരികൾ കൊണ്ടുതന്നു. വളരെ വ്യത്യസ്തത എന്ന് പറയുന്നത് ഫോക്ക് എന്ന് പറയുമ്പോൾ തന്നെ അതിനെ ആ ഒരു എന്തെന്നാ പറയുക, ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ഇന്നർ ഹാർട്ട്. നിഷ്കളങ്കമായിട്ടുള്ള
വരികൾ. അപ്പോൾ അത് നമുക്ക് അതിന് ആവർത്തന വിരസത തോന്നില്ല. കാരണം അത് നമ്മൾ ഇപ്പോൾ ആവർത്തന വിരസത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി കാലത്ത് നമ്മൾ അല്ലെങ്കിൽ 3 നേരം ഭക്ഷണം കഴിക്കുമ്പോൾ അരിഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ആവർത്തന വിരസതയില്ല. അത് ആവശ്യമാണ് ശരീരത്തിന് എന്ന് പറഞ്ഞ പോലെയാണ് ഈ നാടൻ പാട്ടിൻ്റെ സ്വഭാവം. അത് വളരെ നാച്ചുറലായിട്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. നാച്ചുറലായിട്ട് ഉണ്ടാക്കപ്പെട്ട ഒരു സാധനം സിന്തറ്റിക് പോലെ. ഇന്നത്തെ സംഗീതത്തിനും ആ കുഴപ്പമുണ്ട്. സിന്തറ്റിക് സംഗീതം വരുമ്പോൾ മൊണോട്ടണി വരും. കാരണം അത് നമ്മളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശബ്ദങ്ങളല്ല. പക്ഷേ നമുക്ക് പുറമെ നിന്നിട്ട് അതിനെ കേൾക്കുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ട്. ആ സർപ്രൈസ് കൈയടിച്ച് തീർക്കാൻ മാത്രമേ ഉള്ളൂ, ആസ്വദിക്കാൻ, ഉള്ളിലേക്ക് വിഴുങ്ങാൻ പറ്റില്ല. ഈ പാട്ടെന്ന് പറയുന്നത് വളരെ നാച്ചുറലായിട്ട് ഉണ്ടാക്കപ്പെട്ട വരികൾ. അതിന് നമുക്ക് ഭാഗ്യം കൊണ്ട് നല്ല നാച്ചുറലായിട്ട് നമ്മൾ പാടി നോക്കി. അപ്പോഴാണ്, അല്ലെങ്കിൽ അതിനിപ്പോൾ ഞാൻ കുറച്ച് സ്വരങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് അതിനെ പൊടുപ്പും തൊങ്ങിലും വെച്ച് കഴിഞ്ഞാൽ ഞാൻ 1-2 സ്ഥലത്ത് അത് ശ്രമിക്കുമ്പോൾ സംവിധായകൻ വീണ്ടും പറഞ്ഞു, അയ്യോ ചേട്ടാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ നേരത്തെ പാടിയില്ല, അതന്നെ മതി, അതാണ് ഇതിൻ്റെ കറക്റ്റ്. അപ്പോൾ എന്നെ ഗൈഡ് ചെയ്യണം. നമുക്കെപ്പോഴും അതങ്ങനെ ചെയ്താൽ മതിയോ എന്നൊരു ഡൗട്ട് വരും. അപ്പോൾ വളരെ നാച്ചുറലായിട്ടുള്ള ആ ഒരു പാട്ടിൻ്റെ ഗതി അതിനുള്ളത് കൊണ്ടും കൂടിയാണത്. രണ്ടാമത്തെ പാട്ടിന് പിന്നെ ഒരു മെച്ചം കിട്ടിയത് അത് ഗോവയാണ്. അപ്പോൾ ഗോവൻ സോങ്സ് നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ ഗോവൻ പാട്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അതിൽ BGMസിലാണ് നമ്മൾ ഗോവയുടെ കൊങ്കണി ഭാഷയും അതേപോലെ ഇതിൽ ഇനിയൊരു BGMൽ അവിടുത്തെ മെയിൻ ലാംഗ്വേജ് പോർച്ചുഗീസ്. ഈ പോർച്ചുഗീസിൽ നിന്നും പോർച്ചുഗലിൽ അവിടെ സംഗീത സംവിധാനവും എഴുത്തും ചെയ്യുന്ന ഒരു പെണ്ണ്, അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, അവർ തന്നെ ആണ് ആ വരികൾ എഴുതി അതെനിക്ക് വേണ്ടി പാടി അയച്ചത്. അതാണ് നമ്മുടെ പാട്ടിലിരിക്കുന്നത്. അപ്പോൾ അതിലും നമുക്കിപ്പോൾ വേണമെങ്കിൽ പോർച്ചുഗീസിൽ റിലീസ് ചെയ്താലും അവർക്ക് മനസ്സിലാവും അതിൻ്റെ അർത്ഥം. വളരെ കൃത്യമായിട്ടുള്ള സ്ഫുടമായിട്ടുള്ള ഇത് ലാംഗ്വേജാണ്. നമുക്കിപ്പോൾ അത്രയും ഡീറ്റെയിലൊന്നും ഇവിടെ ആവശ്യമില്ലായിരുന്നെങ്കിൽ പോലും നമ്മൾ അത്രയ്ക്കും അത് ഓതൻറ്റിസിറ്റിയോട് കൂടിയിട്ടാണ് അത് ചെയ്തത്. കൊങ്ങിണി ആണെങ്കിലും കൊങ്ങിണി നന്നായിട്ട് അറിയാവുന്ന രൂപ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗായികയാണ്. അവൾ ബേസിക്കലി കൊങ്ങിണിയാണ്. അപ്പോൾ അത് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു. ഒരുപാട് എക്സ്പെരിമെൻ്റലുണ്ട് ഇതിൽ. അപ്പോൾ ആ ഒരു വിധത്തിൽ നമുക്ക് ആ ഒരു ആവർത്തന വിരസത ഇതിൽ അനുഭവപ്പെട്ടില്ല.